ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ 40ഓളം വരുന്ന കള്ളന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട ജവാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 2019 സെപ്റ്റംബറിലാണ് സംഭവം. ഹതിയയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്ന മൗര്യ എക്സ്പ്രസ് പശ്ചിമബംഗാളിലെ ചിത്രഞ്ജന് സമീപം ഒരു കാട്ടിൽ പെട്ടെന്ന് നിൽക്കുന്നു. ഒരു കൂട്ടം കൊള്ളക്കാർ ട്രെയിനിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി യാത്രക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഭീഷണിപ്പെടുത്തി തട്ടിപ്പറിക്കുന്നു. റാഞ്ചിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോവുകയായിരുന്ന ജവാൻ വിഷ്ണു ശ്രേഷ്ഠ നല്ല ഉറക്കത്തിലായിരുന്നു. ബഹളം കേട്ട് അദ്ദേഹം ഉണർന്നു നോക്കുമ്പോൾ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്ന കൊള്ളക്കാരെയാണ് കാണുന്നത്. 7th ബറ്റാലിയൻ 8th ഗൂർഖ റൈഫിൾസിലെ ജവാനായ അദ്ദേഹം തന്റെ കുക്രി വലിച്ചൂരി കൊള്ളക്കാർക്ക് മുന്നിലേക്ക് ചാടി വീണു. 3 കൊള്ളക്കാരെ അദ്ദേഹം കൊന്നു തള്ളി. സംഘട്ടനത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വെട്ടേറ്റു. കൊള്ളക്കാർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് ഇവരെ പിടിക്കുകയും മോഷണ മുതലുകൾ റിക്കവർ ചെയ്യുകയും ചെയ്തു. വിഷ്ണുവിന്റെ ഈ ധീരതയ്ക്ക് ഉത്തൻ ജീവൻ രക്ഷാ പതക് എന്ന മെഡൽ നൽകി സൈന്യം ഇദ്ദേഹത്തെ ആദരിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മാനം ഓഫർ ചെയ്തെങ്കിലും അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിച്ചു. അദ്ദേഹത്തിന്റെ ഈ ധീരമായിട്ടുള്ള കഥ കേൾക്കുമ്പോൾ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. മരിക്കാൻ ഭയമില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഒന്നുകിൽ അയാൾ കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ അയാൾ ഗൂർഖ റൈഫിൾസിലെ ജവാനാണ്.